ചെറിയൊരു വീഡിയോ ഇടുകയാണ്. ആ വീഡിയോൻ്റെ പ്രത്യേകത പറഞ്ഞാൽ പൽപ്പൊടിയാണ്. ഈ പൽപ്പൊടി പറയുമ്പോൾ നമുക്ക് സാധാരണ കടയിലും പലപടി ഉമ്മിക്കരും പേസ്റ്റ് എല്ലാം നിറയെ കിട്ടുന്നതായിരിക്കും. നമുക്ക് സുലഭമായിട്ട് കിട്ടുന്നുണ്ട് പൽപ്പൊടി പല്ല് തേക്കാൻ, അതിനൊരു ക്ഷാമവുമില്ല. പക്ഷേ അത് പല്ലുകൾ വൃത്തിയായി എന്നല്ലാതെ നമുക്ക് വേറൊരു ഉപകാരമില്ല. പല്ലും തൊള്ളിയും വൃത്തിയായി എന്നല്ലാതെ വേറെ ഒരു ഉപകാരമില്ല. വായിലും തൊള്ളിയിലും ഒരു അസുഖം വരാതിരിക്കണമെങ്കിൽ മരണം വരയ്ക്കും അസുഖം വായിൻ്റെ ഉള്ളിൽ മരണം വരയ്ക്കും ഒരു അസുഖം വരില്ല. ബാക്കി എവിടെ വന്നാലും വായിൻ്റെ ഉള്ളിൽ ഒരു പല്ലിലോ തൊള്ളിൻ്റെ ഉള്ളിൽ ഒരു അസുഖം വരില്ല. അതിനൊരു പ്രത്യേകം പൽപ്പൊടിയൊക്കെ ഞാൻ പറയണത്. ഈ പൽപ്പൊടി പറയുമ്പോൾ ഇത് കടുക്കയാണ്. കടുക്കൻ്റെ കുരുവ് മാറ്റിയിട്ടുള്ള ഒരു തൊണ്ടാണിത്. ഇത് ഒരു ഭാഗം. ഇത് നെല്ലിക്കപ്പൊടിയാണ്. നെല്ലിക്ക ഉണക്കി പൊടിച്ച പൊടിയാണിത്. ഇതൊരു ഭാഗം. ഇത് മാസിക്കായി പറയും. ഇത് ഉണക്കിയതാണ്, പൊടിക്കേ വേണ്ടിയുള്ളൂ. അപ്പോൾ ഇത് മൂന്നുമാണ് ഇതിനുള്ള മരുന്ന്. ഒരുപാട് മരുന്നൊന്നുമില്ല. ഈ നെല്ലിക്കയിൽ നിന്ന് നമുക്ക് ആവശ്യത്തിന് ഒരു വലിയ കരണ്ടിക്ക് ഒരു 2-3 കരണ്ടി എടുക്കുക. ഇത് ഒക്കെ സമളവ്. നെല്ലിക്ക പൊടിയിൽ നിന്നും ഒരു സ്പൂൺ കമ്മിയാക്കുക. നെല്ലിക്ക കൊടുക്കുമ്പോൾ ചവർപ്പ് ജാസ്തിയാവും. അല്ല, 3 സമമാക്കിയാലും കുഴപ്പമില്ല. ഇത്തിരി ചവർപ്പ് കൂടും. നെല്ലിക്കപ്പൊടി അത് 3 സ്പൂണ്. ഇത് മാസിക്കായി പറയും. ഇത് 3 സ്പൂണ്. പൊടിച്ചിട്ട് ഇതൊക്കെ 3 സ്പൂണ് കിട്ടണം. അപ്പോൾ കടുക്കത്തോണ്ടുണ്ട്, നെല്ലിക്കപ്പൊടിയുണ്ട്, മാസിക്കായി ഉണ്ട്. നെല്ലിക്ക പൊടിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. മാസിക്കായി പൊടിക്കണം, കടുക്കാത്തോണ്ട് പൊടിക്കണം. ഇത് 3 കൂടി ചേരുമ്പോഴാണ് ഒരു പൽപ്പൊടി. സാധാ പൽപ്പൊടി ഞാൻ പറഞ്ഞില്ല, പേസ്റ്റ് പലവിധം പേസ്റ്റുകൾ കമ്പനി ഇറക്കുന്നുണ്ട്. പല പൽപ്പൊടികൾ നമുക്ക് തേക്കാൻ സുലഭമായി കിട്ടുന്നുണ്ട്. അതില്ലെങ്കിലും ഉമ്മിക്കരി കരിച്ച് നമ്മൾ തേക്കുന്നുണ്ട്. അതെല്ലാം നല്ല ക്വാളിറ്റി തന്നെ. നമുക്ക് തൊള്ള വൃത്തിയാകാൻ മാത്രം. അല്ലാതെ പല്ലിലിരിക്കുന്ന അസുഖങ്ങൾ മാറ്റേണ്ട മരുന്നേ അതല്ല. അത് പല്ല് വൃത്തിയാവും, വായു വൃത്തിയാവും, നാക്ക് പഠിക്കുമ്പോൾ നാക്കും വൃത്തിയാവും എന്നല്ലാതെ വായിലെ അസുഖങ്ങൾ മാറ്റണമെങ്കിൽ ഇത് ഉപയോഗിക്കണം. മരണം വരയ്ക്കും വായിൽ പിന്നെ നമുക്കൊരു പ്രശ്നമേ ഉണ്ടാവില്ല. നമ്മൾ പ്രശ്നം ഉണ്ടാക്കിയാലേ ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ ഒരു ചുളിവിലൊരു മരുന്നാണിത്. ഇത് ആയുർവേദ മരുന്നാണ്. ഇതൊക്കെ കിട്ടണമെങ്കിൽ ആയുർവേദ മരുന്ന് കടയിൽ പോയിട്ട് ഈ പറയും പോലെ ഒക്കെ നോട്ട് ചെയ്ത് വെച്ചാൽ കടുക്ക തൊണ്ട് കളഞ്ഞത്, നെല്ലിക്ക പൊടിച്ചത്, മാസിക്കായി ഇതുപോലെ കിട്ടും. ഇത് വാങ്ങി പൊടിയും കിട്ടും, മാസിക്കായായിട്ടും കിട്ടും. അത് നമ്മുടെ ഇഷ്ടം. പൊടിയാണെങ്കിലും പൊടി അല്ല, അങ്ങനെ ഈ 3 പൊടിച്ചതും കിട്ടും. 3 കൂടി പൊടിച്ചതും കിട്ടും, പൊടിക്കാതെയും കിട്ടും. അത് പൊടിക്കാതെ കൊണ്ടുവന്നാൽ നമ്മളൊക്കെ പൊടിക്കണം. ഒക്കെ ഒരു 100 ഗ്രാം 3 വാങ്ങിയാൽ മതി. അപ്പോൾ അതുപോലെ ഇതിലും അതുപോലെ ഒരു 50 കിലോ അല്ലെങ്കിൽ 100 ഗ്രാം കായ് കണ്ട് ഇത് 3 100 ഗ്രാം എടുത്തിട്ട് സമ അളവിലൊക്കെ പൊടിച്ച് നല്ല ചലിച്ച് പട്ട് പോലെ ആക്കി ലേശം ഹിന്ദുപ്പ് പറയും. അതിപ്പോൾ ഞാൻ റൂമിലുണ്ട്, എടുക്കാൻ മറന്നാണ്. ഹിന്ദുപ്പ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഹിന്ദുപ്പ് പറഞ്ഞാൽ കിട്ടും. അത് ഇതിലേക്ക് ഒരു 50 ഗ്രാം സമം ആക്കുക. ഇത് എത്ര എടുക്കണം? അതുപോലെ 4 ഹിന്ദുപ്പും ചേരുമ്പോൾ 4ആയി. ഈ 3 ഹിന്ദുപ്പും 4 ഐറ്റമായി. ഈ 4 ഐറ്റം സമം അളവിലെടുത്ത് നന്നായി പൊടിച്ചിട്ട് ഹിന്ദുപ്പും പൊടിക്കണം. ഇതിൻ്റെ കൂടെ ഇട്ട് പൊടിക്കണം. എന്നിട്ട് നന്നായി ചലിച്ച് വീണ്ടും ആ തകഴി ഉണ്ടെങ്കിൽ വീണ്ടും പൊടിക്കുക. എന്നിട്ട് അത് ഒപ്പം മിക്സാക്കിയിട്ട് നല്ല ഒരു ബോട്ടിലാക്കി വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് ഡെയിലി തേക്കണമെന്നില്ലെങ്കിൽ പറ്റിയില്ലെങ്കിൽ തേക്കാൻ പറ്റും. ഒരു ചവർപ്പുണ്ടാവും. എന്തായാലും സുഖമൊന്നും ഉണ്ടാവില്ല. തൊള്ളയ്ക്ക് എന്താ കടുക്ക കസപ്പുള്ളതാണ്. നെല്ലിക്ക മധുരവും കസപ്പും ഉണ്ടാവും. മാസിക്കായും അതുപോലെ ഒരു കസപ്പുള്ള സാധനമാണ്. ഇതാണ് മരുന്ന്. നമ്മുടെ തൊള്ളയിലിരിക്കുന്ന അണുക്കളെ നശിപ്പിക്കുന്ന ഏതെങ്കിലും നമുക്ക് കെട്ട അണുക്കളുണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കേണ്ട ഒരു കസപ്പ് മരുന്നാണിത്. അതുകൊണ്ട് നമ്മൾ പേസ്റ്റ് തേക്കുമ്പോൾ നല്ല സുഖം, മധുരം ഉണ്ടാവും, തിന്നാൻ തോന്നും. ചില പൽപ്പൊടിയിൽ മധുരം ഇട്ടിട്ട് അതും മധുരം ഉണ്ടാവും. അങ്ങനെ ഉമ്മിക്കരി തേക്കുമ്പോൾ യാതൊരു കുഴപ്പമില്ല. പക്ഷെ അതുപോലെയല്ല, ഇത് ഒരു വ്യത്യാസമായിട്ടുണ്ടാവും. ഇത്തിരി തൊള്ളയിൽ 2 ദിവസം തേക്കുമ്പോൾ ഒരു കസപ്പ് തോന്നും, പിന്നെ കസപ്പ് ഉണ്ടാകില്ല. ഇത് തൊള്ളയിൽ മരണം വരയ്ക്കും. പിന്നെ ഒരു അസുഖവും തൊള്ളയിലുണ്ടാകില്ല ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ. ഡെയിലി ഉപയോഗിച്ചാൽ ആഴ്ചയിൽ 2-3 ദിവസമെങ്കിൽ ഡെയിലി അത് ബ്രഷിലോ നമ്മൾ പേസ്റ്റ് തേക്കുമ്പോൾ ബ്രഷിലൊക്കെ വിരലിൽ കയ്യിൽ കൊട്ടിയിട്ടും ബ്രഷിൽ പേസ്റ്റ് തേക്കുമ്പോൾ തേച്ചാലും മതി.
അത് ഡെയിലിയും തേക്കാൻ കുഴപ്പമില്ല, എത്ര തേച്ചാലും കുഴപ്പമില്ല. പാകത്തിന് കളയാതിരുന്നാൽ മതി. ഇത്തിരി ചിലവ് കൂടും നമുക്ക് വാങ്ങുമ്പോൾ. മറ്റത് 10-20 രൂപ പൽപ്പൊടി കിട്ടും, 10-20 രൂപ പേസ്റ്റ് കിട്ടും. കൊണ്ടുവരും, തേക്കുക, തുപ്പിക്കളയുക. അതൊക്കെ നല്ല ഡീസൻറ്റ് കാര്യം തന്നെ, ഒരു കുഴപ്പമൊന്നുമില്ല. തൊള്ളിയും വൃത്തിയാവും, പല്ലും വൃത്തിയാവും. പക്ഷേ തൊള്ളിയിൽ നമുക്ക് ഉള്ള രോഗങ്ങൾ തടയാൻ അതിനെ കൊണ്ട് കഴിയില്ല. രോഗങ്ങൾ തീരെ നമ്മൾ മരണം വരയ്ക്കും വരാതിരിക്കുകയാണെങ്കിൽ ഈ 3ഉം ഇന്ദുപ്പ് നിങ്ങൾ നോട്ട് ചെയ്യണം. ഇനി പറഞ്ഞു തരാൻ പറ്റുന്നില്ല. ഇത് കടുക്കത്തൊണ്ട്, ഇത് നെല്ലിക്ക പൊടിച്ച പൊടിയാണ്, ഇത് മാസിക്കായ്. അത് ആയുർവേദ കടയിൽ ചോദിച്ചാൽ കിട്ടും. മാസിക്കായ് പൊടി. ഇത് 3ഉം പൊടിയായിട്ടും കിട്ടും, കായായിട്ടും കിട്ടും. അപ്പോൾ അതുകൊണ്ട് അതുപോലെ ഇന്ദുപ്പ്. ഇത് എത്ര ക്വാളിറ്റിയാണ്? 100 കിലോ എടുക്കുകയാണെങ്കിൽ 100 കിലോ ഇന്ദുപ്പ് എടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സാക്കുക. ഇന്ദുപ്പ് അത്ര വേണ്ട, ഒരു 50 ആക്കിയാൽ മതി. 100 സമമാക്കുമ്പോഴത്തേക്ക് കസപ്പ് ഉപ്പ് രസം കൂടും. ഒരു 50 ആക്കിയാൽ മതി ഇന്ദുപ്പ്. അങ്ങനെ ഈ 4ഉം കൂടിയിട്ട് മിക്സാക്കിയിട്ട് നല്ല ബോട്ടിലാക്കിയിട്ട് ഓരോ നുള്ളെടുത്ത് പേസ്റ്റിലാക്കിയിട്ട് പേസ്റ്റ് തേക്കും പോലെ തേച്ചാൽ, എന്നിട്ട് വായ കഴുകിയാൽ നമ്മൾ മരണം വരയ്ക്കും ഒരു അസുഖം തൊള്ളയിലുണ്ട് വരില്ല. മറ്റത് ഇതിനേക്കാൾ സുഖമായിരിക്കും, തേക്കാനും തുപ്പാനും ഒക്കെ നല്ല. പേസ്റ്റൊക്കെ തേക്കും, പല പേസ്റ്റൊക്കെ നമുക്കങ്ങനെ തുപ്പിക്കളയാൻ തോന്നില്ല, അങ്ങനെ കഴിക്കാൻ തോന്നും. പക്ഷെ അതൊക്കെ നല്ലത് തന്നെ. പല്ലും വൃത്തിയാവും, പല്ലിലുള്ള അഴുക്കൊക്കെ പോവും, ഒക്കെ ശരി. പല്ലൊക്കെ നല്ല ഓടത്തൊണ്ട് പോലെ മുട്ടത്തൊണ്ട് പോലെ നല്ല പൊളന്നുണ്ടാവും. പക്ഷെ അസുഖം തൊള്ളയിൽ വരുന്ന അസുഖം മാറില്ല. അസുഖം അണുക്കളെ കൊല്ലാനോ അതിനൊന്നും കഴിയില്ല. അങ്ങനെ വല്ലതും ചെയ്യണമെങ്കിൽ അങ്ങനെ മധുരമില്ലാത്ത കസപ്പ് സാധനമാണ് ഇത്. ചെറിയൊരു കസപ്പ്, അല്ലാതെ അത് 4 ദിവസം തേക്കും പിന്നെ കസപ്പൊന്നും ഉണ്ടാവില്ല. ഇത് കസന്നാലും 1 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും മധുരിക്കും. അതെന്താണ്? നെല്ലിക്ക ആദ്യം കസക്കും പിന്നെ മധുരിക്കും. നെല്ലിക്കൻ്റെ മധുരം പിന്നെ വരും തൊള്ളയിൽ. അത് നമ്മൾ പല്ല് തേക്കുമ്പോൾ കസപ്പുള്ളൂ. വായ കൊപ്പിളിച്ച് പുറത്ത് ഇങ്ങോട്ട് കയറി വരുമ്പോഴേക്കും അത് ചെറിയൊരു പുളിപ്പ് മധുരം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ചെറിയൊരു വീഡിയോ ഞങ്ങളിത് വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ വാട്സപ്പ് നമ്പറിൽ അയച്ചു തരാം. എൻ്റെ വാട്സപ്പ് നമ്പർ അതിൽ കൊടുക്കുക, അതിൽ നിങ്ങൾക്ക് അയച്ചു തരാം. ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തണം.